Assalamualaikum, welcome back to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കൊത്തു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് പൊറോട്ട കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, ചിക്കൻ്റെ പീസസ്, പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആണ്. പച്ചമുളക് എക്സ്ട്രാ വേണമെങ്കിൽ ഇടാം. ഇനി കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. തക്കാളി അങ്ങനെ നല്ലോണം സ്മാഷ് ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഓവറായിട്ട് അങ്ങനെ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇട്ടിട്ട് ഒന്ന് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എല്ലാം ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് പൊടിച്ച് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക. പൊറോട്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ടാൽ കൊത്തു പൊറോട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ലാസ്റ്റായിട്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളകും കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സവാളയും തക്കാളിയും ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇത് വളരെ ടേസ്റ്റിയായ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുക. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും.